നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ നോക്കൗട്ട് പ്ലേ ഓഫിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് കഴിഞ്ഞല്ലോ. അപ്പോൾ ആ കളികൾ ആരോടൊക്കെ എന്നൊക്കെ തീരുമാനമായി. അത് ജയിച്ചു കഴിഞ്ഞ് റൗണ്ട് ഓഫ് 16 എത്തുമല്ലോ, പ്രീ ക്വാർട്ടറിലേക്ക്. അപ്പോൾ ആരോടൊക്കെ ഏറ്റുമുട്ടും? ബാഴ്സയുടെ എതിരാളികൾ ഓൾറെഡി റൗണ്ട് ഓഫ് 16 എത്തിയിട്ടുണ്ടല്ലോ, ടോപ്പ് 8 ടീമുകൾ. അവരുടെ എതിരാളികളായി ആരൊക്കെ വരാനാണ് സാധ്യത? ബാഴ്സയുടെ എതിരാളി ആരാവാനാണ് സാധ്യത? ഇനിയിപ്പോൾ റയൽ ബെൻഫിക്കയോട് പകയൊക്കെ വീട്ടി റൗണ്ട് ഓഫ് 16 എത്തിയാൽ അവരുടെ എതിരാളി ആരാവും? അപ്പോൾ ഇതൊക്കെ ഇപ്പോഴേ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. എതിരാളി ആരാവുന്നല്ല, ആരാവാൻ സാധ്യത ആ ബ്രേക്കറ്റ് കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ട്. ഈ നോക്കൗട്ട് ഫേസിലെ മത്സരങ്ങൾ കഴിഞ്ഞാൽ, നോക്കൗട്ട് പ്ലേ ഓഫിലെ മത്സരങ്ങൾ കഴിഞ്ഞാൽ റൗണ്ട് ഓഫ് 16 നറുക്കെടുപ്പ് നടക്കും. അത് നറുക്കെടുപ്പ് ഫെബ്രുവരി 27-നാണ്. റൗണ്ട് ഓഫ് 16 ഫസ്റ്റ് ലെഗ് മാർച്ച് 10-12 തീയതികളിലായിട്ടാണ്. അതിൻ്റെ സെക്കൻഡ് ലെഗ് മാർച്ച് 17-19 തീയതികളിലായിട്ടാണ് നടക്കുക. അപ്പോൾ ഏതായാലും എങ്ങനെയാണ് ഈ റൗണ്ട് ഓഫ് 16 ആരോടൊക്കെ ഏറ്റുമുട്ടാനാണ് സാധ്യത നമ്മൾ നോക്കുകയാണ്. ഇപ്പോൾ പ്ലേ ഓഫ് ഫേസിൽ AS മൊണോക്കോയും PSG തമ്മിൽ ഏറ്റുമുട്ടും. അതിൽ ജയിക്കുന്ന ടീമിൻ്റെ എതിരാളികളായിട്ട് ഒന്നുകിൽ ബാഴ്സ അല്ലെങ്കിൽ ചെൽസി. അതാണ് ഒരു ബ്രേക്കറ്റ്. അത് നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കും. ഇപ്പോൾ PSG ജയിച്ചു എന്ന് കരുതുക, പിന്നെ നറുക്കെടുപ്പാണ്. നറുക്കെടുപ്പിൽ PSG എതിരാളികളായിട്ട് ഒന്നുകിൽ ബാഴ്സ വരും. ഇപ്പോൾ PSG വേഴ്സസ് ബാഴ്സക്ക് സാധ്യത, അല്ലെങ്കിൽ PSG വേഴ്സസ് ചെൽസി വരാനാണ് സാധ്യത. അതാണ് ഒരു ബ്രേക്കറ്റ്. മറ്റൊരു ബ്രേക്കറ്റ് കറാബാഗ് വേഴ്സസ് ന്യൂ കാസിൽ യുണൈറ്റഡിൽ ആര് ജയിക്കുന്നുവോ അത് അവരുടെ എതിരാളികളായിട്ട് ഒന്നുകിൽ ബാഴ്സ അല്ലെങ്കിൽ ചെൽസി വരും. അപ്പോൾ അതെങ്ങനെ ബാഴ്സക്ക് ഇങ്ങനെ ഇത്രയധികം എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ സംഗതി ഇത്രയേ ഉള്ളൂ. AS മൊണോക്കോ വേഴ്സസ് PSG. അതിൽ PSG ജയിച്ചു എന്ന് വെച്ചോ, എതിരാളി ചെൽസി ആണെന്ന് കരുതുക. നറുക്കെടുപ്പിലൂടെ ചെൽസി കിട്ടി, പിന്നെ ബാഴ്സയുടെ ബാക്കിയുണ്ട്. അപ്പോൾ കറാബാഗ് വേഴ്സസ് ന്യൂ കാസിൽ ജയിച്ചു ന്യൂ കാസിൽ, അപ്പോൾ ബാഴ്സയുടെ എതിരാളി ന്യൂ കാസിലായിരിക്കും. അപ്പോൾ നേരെ തിരിച്ചും വരാം. അപ്പോൾ ബാഴ്സക്ക് റൗണ്ട് ഓഫ് 16 എതിരാളികളായി കിട്ടാൻ സാധ്യതയുള്ള 4 ടീമുകളാണ്. ഒന്നുകിൽ മൊണോക്കോ, അല്ലെങ്കിൽ PSG, അല്ലെങ്കിൽ കറാബാഗ്, അല്ലെങ്കിൽ ന്യൂ കാസിൽ യുണൈറ്റഡ്. ചെൽസിക്കും ഇതേപോലെയാണ് ബാധകം. ഇനി അടുത്ത ബ്രേക്കറ്റ് നോക്കാം. ലിവർപൂൾ ടോട്ടനാം അവർ ഓൾറെഡി റൗണ്ട് ഓഫ് 16 എത്തിയവരാണല്ലോ. അവരുടെ എതിരാളികളായിട്ട് വരാൻ സാധ്യതയുള്ളത് ഈ പ്ലേ ഓഫ് ഫേസിൽ നിന്ന് ആരാണ്? ഗലറ്റസറായ് വേഴ്സസ് യുവൻറ്റസ്. വിജയികളുടെ എതിരാളികളായിട്ട് ഒന്നുകിൽ ലിവർപൂൾ വരും, അല്ലെങ്കിൽ ടോട്ടനാം വരും. ഇനി മറുഭാഗത്തുള്ള ബ്രാക്കറ്റ് ക്ലബ് ബ്രൂഗെ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ്. അതിൽ ജയിക്കുന്ന ടീമിനെതിരെ ഒന്നുകിൽ ലിവർപൂൾ വരും, അല്ലെങ്കിൽ ടോട്ടനാം ഹോട്ട്സ്പർ വരും. സോ ഇവിടെയുള്ള സാധ്യത നിങ്ങൾ നോക്കുക. ഇപ്പോൾ ലിവർപൂളിൻ്റെ എതിരാളികളായിട്ട് വരാൻ സാധ്യത യുവൻറ്റസ്, അത്ലറ്റിക്കോ മാഡ്രിഡ്, ഗലറ്റസറായി, ക്ലബ് ബ്രൂഗെ. ഇതിലേതെങ്കിലും ഒരു ടീമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓട്ടനോട്ടത്തിൽ വമ്പന്മാരെ വെച്ച് നോക്കുമ്പോൾ യുവൻറ്റസ് ഗലറ്റസറായി തോൽപ്പിക്കുന്നു കരുതാം, ക്ലബ് ബ്രൂഗെ അത്ലറ്റിക്കോ മാഡ്രിഡും തോൽപ്പിച്ചെന്ന് കരുതുക. അപ്പോൾ ലിവർപൂളിൻ്റെ എതിരാളിയായിട്ട് ഒന്നുകിൽ യുവൻറ്റസോ അല്ലെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡോ വരാം. അപ്പോൾ യുവൻറ്റസിന് എതിരാളികളായിട്ട് ഒന്നുകിൽ ലിവർപൂൾ അല്ലെങ്കിൽ ടോട്ടനാം. അത്ലറ്റിക്കോ മാഡ്രിഡിന് എതിരാളികളായിട്ട് ഒന്നുകിൽ ലിവർപൂൾ അല്ലെങ്കിൽ ടോട്ടനാം. കിടലിൽ മത്സരങ്ങൾ അവിടെ വരുന്നു നോക്കുക. ഇനി അടുത്ത് നോക്കാം, ബെൻഫിക്ക വേഴ്സസ് റയൽ മാഡ്രിഡ്. റയൽ ജയിച്ചു എന്ന് കരുതുക. റയലിൻ്റെ എതിരാളിയായിട്ട് ആര് വരും? ഒന്നുകിൽ സ്പോർട്ടിംഗ്, അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി. അതാണ് ബ്രാക്കറ്റ്. റയൽ മുന്നോട്ട് പോയാൽ സിറ്റിക്കെതിരെ കളിക്കാനുള്ള സാധ്യത റൗണ്ട് ഓഫ് 16 ഒന്നുകിൽ സ്പോർട്ടിംഗ്, അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി. അപ്പോൾ സിറ്റിയുടെ എതിരാളികളായിട്ട് റയൽ വരാൻ സാധ്യത എന്നർത്ഥം. ഇനി മറ്റൊരു ബ്രാക്കറ്റ് ഉള്ളത് ബോർഡർ ഗ്ലിംറ്റ് വേഴ്സസ് ഇന്റർ മിലാൻ. അതിലെ വിജയികളുടെ എതിരാളികൾ ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ സ്പോർട്ടിംഗ്, അല്ലെങ്കിൽ സിറ്റി. അപ്പോൾ ബെൻഫിക്കയെ റയൽ തോൽപ്പിച്ചു, എതിരാളികളായിട്ട് മാഞ്ചസ്റ്റർ സിറ്റി വന്നു എന്ന് കരുതുക. ബോർഡോ ഗ്ലിംറ്റിനെ ഇന്റർ മിലാൻ തോൽപ്പിച്ചു, അപ്പോൾ എതിരാളികളായിട്ട് ആര് വരും? സ്പോർട്ടിംഗ് വരും. അപ്പോൾ അതാണ് അതിലെ കാര്യം. ഇനി അവസാനത്തെ ബ്രാക്കറ്റ് വരുന്നത് ഡോർട്ട്മുണ്ട് വേഴ്സസ് അറ്റ്ലാന്റ. വിജയികളെ കാത്തിരിക്കുന്നത് ഒന്നുകിൽ ആഴ്സണൽ, അല്ലെങ്കിൽ ബയേൺ മ്യൂണിക്ക്. ഇനി ഒളിമ്പിയാക്കോസ് വേഴ്സസ് ലെവർക്യൂസൻ. എതിരാളികളായിട്ട് വരിക ഒന്നുകിൽ ആഴ്സണൽ, അല്ലെങ്കിൽ ബയേൺ മ്യൂണിക്ക്. അപ്പോൾ അതാണ് അതിലെ പ്രത്യേകത. അപ്പോൾ ഡോർട്ട്മുണ്ട്, അറ്റ്ലാന്റ, ഒളിമ്പിയാക്കോസ്, ലെവർക്യൂസൻ, ഇതിലൊരു ടീമായിരിക്കും ആഴ്സണലിൻ്റെ എതിരാളി. അതുപോലെ തന്നെയാണ് ബയേണിന് വരുന്നത്. സോ ദർ ഇസ് എ ചാൻസ് ഫോർ ആഴ്സണൽ വേഴ്സസ് അറ്റ്ലാന്റ, ഓർ ആഴ്സണൽ വേഴ്സസ് ബയർ ലെവർക്യൂസൻ. അതുപോലെ ബയേൺ വേഴ്സസ് അറ്റ്ലാന്റ, അല്ലെങ്കിൽ ബയേൺ വേഴ്സസ് ഡോർട്ട്മുണ്ട്, ആഴ്സണൽ വേഴ്സസ് ഡോർട്ട്മുണ്ട്. ഇങ്ങനെയുള്ള മത്സരങ്ങൾക്കൊക്കെ സാധ്യത തെളിയിക്കപ്പെടുകയാണ്.
സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോരാട്ടങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ആദ്യം പ്ലേ ഓഫ് കഴിയട്ടെ, അതോടുകൂടി ചിത്രങ്ങൾ ഒന്നുകൂടി വ്യക്തമാകും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.